ഹലോ എൻ്റെ നാട്ടുകാരെ നമസ്കാരം. ഞാൻ ഷാഫി അമ്മായത്. ഈ വരുന്ന ഇലക്ഷനിൽ നമ്മളെ അടുത്ത സുഹൃത്തുക്കൾ, അതേപോലെ തന്നെ അയൽവാസികൾ, നാട്ടുകാർ, പരിചയക്കാർ എല്ലാവരും മത്സരരംഗത്തുണ്ട്. ഈ വർഷത്തെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലുടനീളം ഒരുപാട് യുവാക്കൾക്ക് അവസരം കിട്ടിയ ഒരു ഇലക്ഷനും കൂടിയാണിത്. അപ്പോൾ ഇവരുടെ വികസന പ്രവർത്തനങ്ങൾ, ഇവരുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് ഇവർക്ക് വോട്ടർമാരോട് പറയാനുള്ളത്, എന്തൊക്കെ പ്രതീക്ഷകളാണ് കൊടുക്കാനുള്ളത്, എന്തൊക്കെയാണ് ഇവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ഇവരോട് നേരിട്ട് ചോദിച്ചറിയാം. ഇത് തവനൂർ പഞ്ചായത്തിലെ 4ഉം 5ഉം വാർഡിലെ സ്ഥാനാർത്ഥികളോടുള്ള ഒരു ചാറ്റ് ഷോ ആണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക, കമൻറ്റുകൾ അയക്കുക. പ്രത്യേകിച്ചും നമ്മുടെ സ്ഥാനാർത്ഥികൾ പറയുന്ന കാര്യങ്ങൾ അവർ ജയിച്ചു വന്നാൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കടശ്ശേരിയുടെ കാർഷിക മേഖലയ്ക്ക് വളർച്ച നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികൾ എൻ്റെ മനസ്സിലുണ്ട്. വനിതകൾക്ക് സ്വയം തൊഴിലായിട്ട് ചെയ്യാൻ പറ്റുന്നവ അതെല്ലാം ചെയ്യാൻ ഞാൻ എന്തായാലും അവരെ കൂടെ ഉണ്ടായിരിക്കും. വിജയിപ്പിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ നിറവേറ്റുമെന്ന്. തവനൂർ പഞ്ചായത്തിലൊരു സ്റ്റേഡിയം വരികയാണ്. UDFൻ്റെ ഭരണസമിതി വന്നാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അർഹരായ എല്ലാ ആളുകളിലേക്കും എല്ലാ ആനുകൂല്യങ്ങളും ഞാൻ എത്തിക്കും. ഞാനൊരു നഴ്സ് എന്ന നിലക്കും ഒരു മെമ്പർ എന്ന നിലക്കും എൻ്റെ എല്ലാ സേവനങ്ങളും അവർക്ക്. പ്രിയമുള്ളവരെ, ഞാൻ വിമൽ. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തവനൂർ ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡ് കടകശ്ശേരിയിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ ജനവിധി തേടുകയാണ്. ഞാൻ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസവും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസവും എല്ലാം പൂർത്തീകരിച്ചത് തവനൂർ ഗവൺമെൻറ് സ്കൂളിലാണ്. ഇലക്ട്രിക്കലിൽ ഡിപ്ലോമ എടുത്തത് മാറഞ്ചേരി ഗവൺമെൻറ് ITയിൽ നിന്നാണ്. അതുപോലെ തന്നെ എക്കണോമിക്സിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയത് പൊന്നാനി MES കോളേജിൽ നിന്നാണ്. വിദ്യാർത്ഥി ആയിരിക്കെ പൊന്നാനി MES കോളേജിൽ നിന്നും വിദ്യാർത്ഥി പ്രതിനിധിയായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു. നിരവധിയായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടി കൃത്യമായ ശ്രദ്ധ പുലർത്തി പോന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിൻ്റെ സമഗ്രമായ വികസനത്തിനും മതനിരപേക്ഷതയെ സംരക്ഷിക്കുന്നതിനും എല്ലാം വേണ്ടി നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റികാരിവാൺ നക്ഷത്രത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ KP ചന്ദ്രൻ, തവനൂർ ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡിൽ നിന്ന് UDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കുന്നു. ഈ നാട്ടിലെ മുഴുവൻ വോട്ടർമാരും ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. തവനൂർ പഞ്ചായത്തിലെ 5ാം വാർഡ് സ്ഥാനാർത്ഥിയായ എനിക്ക് താമര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താനൂർ പഞ്ചായത്തിലെ 4ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയായിട്ട് കോണി ചിഹ്നത്തിലാണ് ഞാൻ മത്സരിക്കുന്നത്. പിന്നെ നല്ലവരായ എല്ലാ ജനങ്ങളും എനിക്ക് വേണ്ടിയിട്ട് വോട്ട് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ സിനി നാരായണൻ NDA BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് എല്ലാ നല്ലവരായ വോട്ടർമാരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ സീമ മധു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 4ാം വാർഡിലെ സ്ഥാനാർത്ഥിയായി പ്രവർത്തിക്കുകയാണ്. എൻ്റെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. അതിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾ 6 സ്ഥാനാർത്ഥികളെ പരിചയപ്പെട്ടു. അവർ വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മളോട് വോട്ടൊക്കെ അഭ്യർത്ഥിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ അർഹരാണോ എന്നുള്ള കാര്യങ്ങൾ ഓർത്തിട്ട് വേണം നമ്മൾ ഓരോ വോട്ടും അവർക്ക് കൊടുക്കാൻ. ഞാൻ അവരോട് പ്രധാനമായിട്ടും 4 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഈ 4 ചോദ്യങ്ങൾ തന്നെയാണ് എല്ലാ സ്ഥാനാർത്ഥികളോടും ചോദിച്ചിട്ടുള്ളത്. അവർക്ക് അതിന് നൽകുന്ന മറുപടികളാണ് നിങ്ങൾ ഇനി അടുത്തത് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ മറുപടികൾ കേട്ടാലോ. വരുന്ന 5 വർഷത്തേക്ക് താങ്കളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പ്രധാനമായും എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് താങ്കൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? തിരഞ്ഞെടുക്കപ്പെടുകയെന്ന് വെച്ചാൽ ഇവിടുത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. കോട്ടക്കുന്ന് പറമ്പ് അതുപോലെ തന്നെ ഈ മേഖലയിലൊക്കെ വളരെ ഏറെ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു മേഖലയാണ്. അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. മറ്റൊന്ന്, പട്ടികജാതിക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു പൊതുകുളം നമ്മുടെ രാജ്യത്തുണ്ട്. എരുകുളം എന്നാണ് ആ കുളത്തിൻ്റെ പേര്. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഒരു ഫണ്ട് പോലും MLA യോ മെമ്പറോ ബ്ലോക്ക് മെമ്പറോ
അതിന് ഒരു രൂപ പോലും നീക്കി വെക്കാതെ ഒരവസ്ഥയാണുള്ളത്. ആ കുളം നശിച്ച് കൊണ്ടിരിക്കുകയാണ്. ആ കുളം നേരാക്കിയെടുക്കാനുള്ള ശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. കൂടാതെ പൊതുവഴികൾ, ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പൊതുവഴികൾ കോൺക്രീറ്റ് ചെയ്ത് നന്നാക്കിയെടുക്കാനുള്ള ശ്രമം ഉണ്ടായിരിക്കും. അതേപോലെ കടകശ്ശേരി അങ്കനവാടി, 5-ാം വാർഡിൽ അമ്മായത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അങ്കനവാടി ഉണ്ട്. ആ അങ്കനവാടിക്ക് സ്വന്തമായി സ്ഥലമുണ്ടാക്കിയിട്ട് അങ്കനവാടി നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഒന്ന്, നമുക്ക് അത്യാവശ്യമായത് കുടിവെള്ള പദ്ധതിയാണ്. 2, പാർപ്പിടം, അതായത് വീടുകൾ. 3, നമുക്ക് വേണ്ടത് ഭക്ഷണം മുതലായവയാണ്. ഇതിനെല്ലാം വേണ്ടി ഞാൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്നും നിങ്ങളെന്നെ വിജയിപ്പിക്കുകയും വേണം. അതുമാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നു വരുന്നത് ഒന്ന് വെള്ളമില്ലായ്മ. നമ്മുടെ തൊട്ടടുത്താണ് ഭാരതപ്പുഴ ഉള്ളത്. അവിടെ പമ്പ് ഉണ്ട്. അതിൽ ഇതുവരെ കനാലിലൂടെയും വെള്ളം അടിക്കാതെ ഇരിക്കുന്നത് കാരണമാണ് നമുക്കിവിടെ കൃഷിക്ക് പോലും ഒരു സാധ്യതയില്ലാത്തത്. അതിൽ എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ നിറവേറ്റുമെന്ന് നിങ്ങളോട് പറയുന്നു. നമ്മുടെ നാടിനകത്ത് തനതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്നുണ്ട്. റോഡുകളുടെ പുനരുദ്ധാരണം, അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസ് തുടങ്ങിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങളെ ബാധിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട്. അതൊക്കെ എല്ലാ കാലത്തും നടന്നു വരുന്നതാണ്. ജനപ്രതിനിധികൾ കൃത്യമായി ശ്രദ്ധ പുലർത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളൊക്കെ കൃത്യമായി നടത്തി വരുന്ന ഒരു സംവിധാനമാണ്. അതൊക്കെ അതിൻ്റെ രീതിയിൽ തന്നെ ഒരു തരത്തിലും പിന്നോട്ട് പോവാതെ പുതിയ റോഡുകളുണ്ടെങ്കിൽ അതെല്ലാം പൂർത്തീകരിക്കും. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് റോഡുകൾ അതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ കൃത്യമായിട്ടും നടത്തും. തനതായിട്ടുള്ള തനത് ഫണ്ടിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ട് നടത്തുന്ന പദ്ധതികളൊക്കെ അതുപോലെ നടത്തുമെങ്കിൽ കൂടി മറ്റു ചില പദ്ധതികൾ കൂടി എൻ്റെ മനസ്സിലുണ്ട്. അത് നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ കാലങ്ങളായിട്ട് നമ്മളിപ്പോൾ 2 പ്രളയങ്ങൾ നമ്മുടെ നാട് നേരിട്ടു. ആ 2 പ്രളയങ്ങൾ നമ്മുടെ പ്രദേശത്തെ ചില മേഖലകളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നൊരു സ്ഥിതി ഉണ്ടായി. ആ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ സഹായത്തോടു കൂടി അവരുടെ കൂടി അഭിപ്രായം രൂപീകരിച്ചുകൊണ്ട് ഏത് തരത്തിലാണോ അത്തരത്തിലുള്ള വെള്ളക്കെട്ടുകളൊക്കെ ഒഴിവാക്കി ഒരു പ്രളയം വരുന്ന സമയത്ത് വീട് നശിക്കാതിരിക്കുന്നതിന് വേണ്ടി, മറ്റു നാശനഷ്ടങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ഏത് തരത്തിലാണോ നമ്മുടെ നാടിനകത്തെ നല്ല രീതിയിൽ ആ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി കഴിയുക, അത് ജനങ്ങളുടെയും ആ പരിസരവാസികളുടെയും ഒക്കെ അഭിപ്രായത്തോടും സഹായത്തോടും സഹകരണത്തോടും കൂടി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ആറ്റത്തോട് നിന്ന് വെള്ളം കൊണ്ടുപോയി പാലത്തോടിലേക്ക് ചാടിച്ച് ആ വെള്ളം വിട്ട് ഒഴിവാക്കി കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് ജനങ്ങളുടെ ആ പ്രദേശത്തെ ആളുകളുടെ ഉടമകളുടെയൊക്കെ സമ്മതത്തോടു കൂടിയേ നടത്താൻ വേണ്ടി കഴിയൂ. അത് അവരുടെയോടെല്ലാം ആലോചിച്ചുകൊണ്ട് നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതുപോലെ തന്നെ പമ്പ് ഹൗസുകൾ, നമ്മുടെ പമ്പ് ഹൗസ് ഏകദേശം സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. ആ പമ്പ് ഹൗസ് നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അത് ആരംഭിച്ചു കഴിഞ്ഞാൽ കൂടി ആ വെള്ളം കൃത്യമായിട്ട് കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ കനാലുകൾ സജ്ജമാക്കേണ്ടതുണ്ട്. ആ കനാലുകൾ സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരിടപെടലുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ജലാശയങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ജലാശയങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുടിവെള്ളക്ഷാമത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് കൃത്യമായി ജലാശയങ്ങൾ സംരക്ഷിക്കപ്പെടാത്തതാണ്. നമ്മുടെ പ്രദേശത്ത് ഏറ്റവും മികച്ച ഒരു കുളമാണ് നമ്മുടെ ഇരുകുളം എന്ന് പറയുന്നത്. ആ ഇരുകുളം സംരക്ഷിച്ചുകൊണ്ട് ഇരുകുളത്തിന് നവീകരണം പൂർത്തീകരിക്കും. ആ ഇരുകുളം നവീകരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിനകത്തെ മുഴുവൻ ആളുകൾക്കും അതുപോലെ തന്നെ വളർന്നു വരുന്ന തലമുറയ്ക്ക് നീന്തൽ പരിശീലനം നൽകുന്നതിനും അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ യുവാക്കൾ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ആളുകൾക്കുമൊക്കെ ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് ആ കുളത്തിനെ നവീകരിച്ച് ജലാശയത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തും. മറ്റേതെങ്കിലും തരത്തിൽ ജലാശയങ്ങളുണ്ടെങ്കിൽ അതും സംരക്ഷിച്ചുകൊണ്ട് ജലാശയങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കാനും ആശയമുണ്ട്. അത് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി എന്ന നിലയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ വേണ്ടി സ്വന്തമായി 5-ാം വാർഡിനകത്തൊരു കെട്ടിടം അംഗനവാടിക്കില്ല. ആ കെട്ടിടത്തിന് സ്ഥലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില മുന്നോട്ട് പോക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സ്ഥലം ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ആ സ്ഥലം ലഭിക്കുന്നവർക്ക് നമ്മുടെ നാട്ടിൽ ഒരു മാതൃക അംഗൻവാടി രൂപീകരിക്കും. ഹൈടെക് ആയിക്കൊണ്ട് കുട്ടികൾക്ക് പുതിയ കാലത്തെ കുരുന്നുകൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഒരു മാതൃക അംഗൻവാടി ഉണ്ടാക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ട്. എല്ലാം ഇപ്പോൾ ഈ സേവാ കേന്ദ്രങ്ങൾ വഴിയും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട സർട്ടിഫിക്കറ്റുകളെല്ലാം
എളുപ്പത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ സേവാ കേന്ദ്രങ്ങൾ വായനശാലയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് എളുപ്പത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ഈ സേവാ കേന്ദ്രങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതി മനസ്സിലുണ്ട്. അത് നമ്മുടെ പഞ്ചായത്തുമായി വായനശാലകളുമായി ആലോചിച്ച് ഈ നമ്മുടെ പഞ്ചായത്തിനകത്ത് ആകെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരിടപെടൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട മുഴുവൻ സർട്ടിഫിക്കറ്റുകളും എളുപ്പത്തിൽ നമ്മുടെ നാട്ടിലിരുന്നു കൊണ്ട് നമ്മൾ ഈ സേവാ കേന്ദ്രങ്ങൾ വഴി വായനശാലകൾ വഴി ലഭിക്കുന്നതിന് സാഹചര്യം ഒരുങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അർഹരായ എല്ലാ ആളുകളിലേക്കും എല്ലാ ആനുകൂല്യങ്ങളും ഞാൻ എത്തിക്കും. എൻ്റെ കഴിവിൻ്റെ പരമാവധി എല്ലാ ഇതും ചെയ്തു തരുന്നു ഞാൻ വാക്ക് നൽകുന്നു. നിങ്ങൾ എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ പാഴായിപ്പോയ 15 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഞാൻ തിരിച്ചു കൊണ്ടുവരും. പിന്നെ വികസന പ്രവർത്തനങ്ങളിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുക, പിന്നെ നമ്മളെ പമ്പ് ഹൗസ് മുതൽ നമ്പറം ഭാഗത്ത് വരെയുള്ള റോഡ് പൂർത്തീകരിക്കുക, പിന്നെ ചിരട്ടത്താഴം മുതൽ പിന്നെ നമ്പറം വരെയുള്ള റോഡ് പൂർത്തീകരിക്കുക, പിന്നെ നമ്മളെ പള്ളിത്താഴം മുതൽ നമ്പറം വരെയുള്ള ഭാഗത്തേക്കുള്ള പിന്നെ കനാല് പൂർത്തീകരിക്കുക, പിന്നെ കുടിവെള്ള പദ്ധതി എല്ലാ വീട്ടുകൾക്കും ഞാൻ എത്തിക്കും. പിന്നെ ഭൂമി ഇല്ലാത്തവർക്കും വീടില്ലാത്തവർക്കും അത് അവർക്ക് കൊടുക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യും ഞാൻ. അപ്പോൾ എന്തായാലും എന്നെ വിജയിപ്പിക്കണം. കർഷകർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തിരിക്കും. പിന്നെ നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്തൊക്കെ വേണ്ട, വളം, പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നിടത്തോളം, വെള്ളം അതൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ അതിൽ എന്തായാലും ആ കാര്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കും. പിന്നെ നമ്മൾ പമ്പ് ഹൗസിൻ്റെ അവിടെ ഉള്ള വെള്ളം, പമ്പ് ഹൗസിൻ്റെ അവിടെ എന്തോ ഒരു ചെറിയ പ്രശ്നമൊക്കെ ആയിട്ട് കിടക്കുകയാണ്. എന്താ വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇറങ്ങി തിരിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അത് പലരും പറഞ്ഞിട്ട് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്നെക്കൊണ്ട് എന്താ ചെയ്യാൻ കഴിയുക, നമുക്ക് വെള്ളം കൃഷിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക്, പാടങ്ങളിലേക്കൊക്കെ വെള്ളം എത്തിക്കാൻ പറ്റുന്നിടത്തേക്ക് എത്തിക്കുക. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കിണറുകളിലൊക്കെ കുടിവെള്ളമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ ചെയ്യാൻ കഴിയുക അതെല്ലാം ചെയ്തിരിക്കും. പിന്നെ നമ്മുടെ നമ്പറം റോഡിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ കഴിഞ്ഞ മെമ്പർ പകുതിയാക്കി വെച്ചിട്ടുണ്ട്. മെമ്പറെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിരിക്കുക. ആ ബാക്കി കാര്യങ്ങൾ നമുക്ക് കോൺക്രീറ്റ് ചെയ്യണം. ചിരട്ടത്താഴം റോഡുണ്ട്. അത് എല്ലാവർക്കും വിഷയമാണ്. അവിടെ പലർക്കും അസുഖങ്ങളും എല്ലാം ഒക്കെ അറിയാം. അപ്പോൾ അവർക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകളും, പിന്നെ വെള്ളം കെട്ടി നിന്നിട്ട് അവിടെ ചളിക്കുണ്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് മണ്ണിട്ട് തൂർക്കുക, പിന്നെ അത് നമുക്ക് കോൺക്രീറ്റ് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും ചെയ്തിരിക്കണം എന്ന് അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിരിക്കും. കായിക മേഖലയിൽ ഒരുപാട് തരത്തിൽ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള കുട്ടികളുള്ള സ്ഥലമാണ് നമ്മുടേത്. എന്നിട്ട് പോലും ഒരു രജിസ്റ്റേർഡ് ക്ലബ്ബോ ഒരു സ്പോർട്സ് അക്കാഡമിയോ പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. ഫുട്ബോളിലും അത്ലറ്റിക്സിലും ഒക്കെ പലതലത്തിൽ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട് നമ്മൾ. കായിക മേഖലയുടെ വളർച്ചയ്ക്ക് താങ്കൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ യുവതലമുറക്ക്, പുതിയ വോട്ടർമാർക്ക്, കുട്ടികൾക്ക് എല്ലാം ചെയ്യാൻ പോകുന്നത്? നമ്മുടെ 4-ാം വാർഡിൽ പുതിയ വോട്ടർമാർ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെ യുവതലമുറകളെ വളർത്തിക്കൊണ്ടുവരികയും അവർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യം, അവർക്ക് ഫുട്ബോൾ, പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന ഫുട്ബോൾ, ജേഴ്സി, ഇതൊക്കെ അവരിൽ എത്തിച്ചു കൊടുക്കുകയും പിന്നെ അവരിൽ ഒരാളായിട്ട് അവർക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളാണ് എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുക വിചാരിച്ചിട്ട് അതൊക്കെ നേടിക്കൊടുക്കാനുള്ള എല്ലാ ശ്രമവും എൻ്റെ അടുത്തുനിന്നുണ്ടായിരിക്കും. ക്ലബ്ബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, രജിസ്ട്രേഷനോ എന്തെല്ലാം സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. കായിക മേഖലയിൽ നമ്മളെ കുട്ടികൾക്കുള്ള അതേപോലെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അതൊന്നും നമ്മളെ 4-ാം വാർഡിൽ കിട്ടുന്നില്ല. അപ്പോൾ അത് ഞാനൊരു മെമ്പറായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് കൊടുക്കുന്നതാണ്. പിന്നെ അതേപോലെ പഠന നിലവാരം കൂടുതലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നതാണെന്നുണ്ടെങ്കിലും അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള എല്ലാതും ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള കായിക മേഖലകളിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും എന്ത് തന്നെ സഹായങ്ങളായാലും ചെയ്തു കൊടുക്കാൻ ഞാൻ സന്നദ്ധയാണ്. പഞ്ചായത്തിൽ നിന്നുള്ള എന്ത് തന്നെ കായിക ഉപകരണങ്ങളും ആളുകളിലേക്കും കുട്ടികളിലേക്കും ഒക്കെ എത്തിച്ചു കൊടുക്കാനുള്ള സഹായം ഞാൻ ചെയ്തു തരും. അത്
കായികമേളയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ തവനൂർ പഞ്ചായത്തിൽ തന്നെ ഇപ്പോൾ തീരെ കാണാൻ ഇല്ലാത്തതാണ് നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഗ്രൗണ്ടുകൾ. അതേപോലെ തന്നെ നീന്തൽ പരിശീലനത്തിനായി കുളങ്ങൾ, ഇതൊന്നും നമ്മുടെ ഈ തവനൂർ പഞ്ചായത്തിൽ തന്നെ ഇല്ല. അതിനായി ഞാൻ എൻ്റെ കഴിവുകളെല്ലാം തെളിയിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തവനൂർ പഞ്ചായത്തിലൊരു സ്റ്റേഡിയം വരികയാണ്. UDFൻ്റെ ഭരണസമിതി വന്നാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾ, ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾ, അവരൊക്കെ വളർത്തിക്കൊണ്ടുവരാനുള്ള ആവശ്യമായ നടപടികൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അത് പഞ്ചായത്തിൻ്റെ ആ ഭരണസമിതിയിൽ സ്വാധീനം ചെലുത്തി അത് എടുക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ നടത്തും. അതേപോലെ തന്നെ നമ്മുടെ പ്രദേശത്തെ കുട്ടികൾക്കൊന്നും ഇപ്പോൾ നീന്തൽ അറിയില്ല. പല കുട്ടികൾക്കും നീന്തക്കം അറിയാത്ത കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു പൊതു കുളം നമ്മുടെ പ്രദേശത്തുണ്ട്. ആ കുളം നന്നാക്കി എടുത്തിട്ട് നീന്തൽ പഠിക്കാൻ ആവശ്യമായ നടപടികളും കാര്യങ്ങളും ഉണ്ടാവും. അതേപോലെ ഇവിടെ രജിസ്റ്റേർഡ് ചെയ്യാത്ത വായനശാലകളാണ്, രജിസ്റ്റേർഡ് ക്ലബ്ബുകളാണുള്ളത്. ആ ക്ലബ്ബുകൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടാക്കാനും യുവാക്കളെ കൂടുതലായി ആ രംഗത്തേക്ക് കൊണ്ടുവരാനും ഉള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കും. നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് യുവതയാണ്, യുവാക്കളാണ്, യുവതികളാണ്. ആ കരുത്ത് ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും നമുക്കത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധ്യമായിട്ടില്ല. അത് ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് തീർച്ചയായും ഞാനടക്കമുള്ള ആളുകൾ, ഈ പ്രായത്തിലുള്ള ആളുകൾ സ്ഥാനാർത്ഥിയായി വരുന്ന സമയത്ത് നമ്മളെയൊക്കെ പരിഗണിക്കുന്നത് യുവാക്കളുടെ പട്ടികയിലാണ്. അപ്പോൾ യുവാക്കൾ ഈ ഇത്തരം രംഗങ്ങളിലേക്ക് കടന്നു വരുന്നത് യുവാക്കളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ യുവജനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു നാടിന് ഏതൊക്കെ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. നമ്മളിപ്പോൾ 2 പ്രളയം കടന്നുപോയി, വലിയ മഹാമാരികൾ കടന്നുപോയി. ആ കാലങ്ങളിലൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ യുവാക്കളാണ് അതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് അതിനെ തരണം ചെയ്യുന്നതിനും അതിൽ നിന്ന് ഈ നാടിനെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളുടെ മുന്നിൽ നിന്നിട്ടുള്ളത്. ആ യുവതയെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ യുവാക്കളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാടിനകത്ത് എന്തെങ്കിലും വിഷയങ്ങൾ വരുന്ന സമയത്ത്, എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ അതിൻ്റെ കർമ്മനിരതരായ പോരാളികളാക്കിക്കൊണ്ട് അതിൽ നിന്നെല്ലാം നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സേനയെ രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് നേതൃത്വം കൊടുക്കാൻ വേണ്ടി 5 വർഷക്കാലം ഞാൻ മുന്നിലുണ്ടാവും, അതിന് നേതൃത്വം കൊടുക്കും എന്നുള്ളതാണ് ആദ്യമായിട്ട് നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, യുവാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞാൽ നമ്മുടെ കടകശ്ശേരി എന്ന് പറയുന്ന പ്രദേശം തവനൂർ പഞ്ചായത്തിനകത്തെ കായിക മേഖലയ്ക്കകത്ത് വളരെയധികം പ്രാധാന്യമുള്ളൊരു പ്രദേശമാണ്. നമ്മുടെ കേരളോത്സവങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, മറ്റ് കായിക പരിപാടികൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ പേരായിട്ട് കടകശ്ശേരി കഴിഞ്ഞ കുറേ കാലങ്ങളായി, വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു പേരാണ് കടകശ്ശേരി എന്ന് പറയുന്നത്. പക്ഷേ കൂട്ടമായിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു കാലത്ത്, ആ ഒരു സീസണിൽ മാത്രം നമ്മൾ കൂട്ടമായി അതിനെ വിജയിക്കുന്നതിനും അതിന് നേതൃത്വം കൊടുക്കുന്നതിനും വേണ്ടി നമ്മൾ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ പോരാ എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, നമ്മളുടെ നാട്ടിനകത്ത് വരുന്ന തലമുറയെ ഇത്തരം കായിക വിനോദങ്ങളിലേക്കും കായിക പരിപാടികളിലേക്കും ഒക്കെ ആകർഷിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ, അത് സാധ്യമാകാത്തതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഒരു നല്ല സ്പോർട്സ് അക്കാദമി നമ്മുടെ നാടിനകത്ത് ഇല്ലാത്തതാണ്. നമ്മുടെ സർക്കാർ യുവജനക്ഷേമ ബോർഡുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നെഹ്റു യുവ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നിരവധി വരുന്ന ആനുകൂല്യങ്ങളാണ് രജിസ്റ്റർ ചെയ്ത ക്ലബ്ബുകൾക്കും രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്പോർട്സ് അക്കാദമികൾക്കൊക്കെ കിട്ടുന്നത്. അങ്ങനെ ഒരു സ്പോർട്സ് അക്കാദമി, ഒരു ക്ലബ്ബൊക്കെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് സർക്കാരിൽ നിന്നുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും നമ്മുടെ നാടിനകത്തെ യുവാക്കൾക്കും അതുപോലെ തന്നെ കായിക പ്രേമികളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ വരാൻ പോകുന്ന 5 വർഷക്കാലം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് ആദ്യമായി തന്നെ സൂചിപ്പിക്കാനുള്ളത്. ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, കിടപ്പ് രോഗികൾ, വയോജനങ്ങൾ, കൊച്ചു കുട്ടികൾ, ഒരു വീട് വെക്കണമെന്ന് അതിയായി ആഗ്രഹിച്ച് സാമ്പത്തികമായി ഇല്ലാത്തത് കൊണ്ടത് പറ്റാത്ത ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ സാധുക്കളായ ആളുകൾക്ക് വേണ്ടി ഒരുപാട് കർമ്മ പദ്ധതികൾ, ഒരുപാട് പദ്ധതികൾ താങ്കൾ 5 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റും. എന്തെല്ലാം പദ്ധതികളാണ് ഒരു മെമ്പർ എന്ന നിലക്ക്, ഒരു പൗരൻ എന്ന നിലക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ 4-ാം വാർഡിൽ ഒരുപാട് വയോജനങ്ങളുണ്ട്. അവർക്ക് എന്താ വെച്ചാൽ കൂടുതൽ ആൾക്കാർക്കും പെൻഷൻ കിട്ടുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീകളുണ്ട്, അവർക്കും ഇതേപോലെ ഒരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. അപ്പോൾ ഞാനൊരു നേഴ്സ് എന്ന നിലക്കും ഒരു മെമ്പർ എന്ന നിലക്കും എൻ്റെ എല്ലാ സേവനങ്ങളും അവർക്ക് ഞാൻ ചെലവഴിക്കുന്നതാണ്. ആനുകൂല്യങ്ങൾ അവർക്കുള്ളത് ഞാൻ എത്തിച്ചു കൊടുക്കാനും ഞാൻ നോക്കുന്നതാണ്. എല്ലാ തരത്തിലും എല്ലാ ആളുകളെയും സഹായിക്കും. പിന്നെ വെച്ചാൽ അവർക്ക് വേണ്ടുന്ന പാവപ്പെട്ട ആളുകൾക്ക്, ഈ നടക്കാൻ വയ്യാത്ത ആളുകൾക്ക് അവർക്ക് ആ ഉഴുന്നുവടി അങ്ങനെയുള്ള
അതുപോലെ എന്ത് തന്നെ പഞ്ചായത്തിൽ നിന്നുള്ള എന്ത് തന്നെ ആയാലും ഒക്കെ സഹായങ്ങൾ ചെയ്ത് തരും. പിന്നെ വീട് അങ്ങനെയുള്ള എല്ലാതും ചെയ്തു തരുന്നത്. കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പല നല്ല പദ്ധതികളും നമ്മുടെ വാർഡിലുള്ള എല്ലാ ആളുകൾക്കും കൃത്യമായി നല്ല രീതിയിൽ എത്തിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. എന്താണ് നമ്മൾ ഓരോ വീട്ടിലും ചെന്ന് നോക്കുമ്പോൾ നമുക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് ഓരോ വീട്ടിലത്തെ അവസ്ഥയും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്താണ് മരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നത് അതെന്തായാലും ഞാൻ ചെയ്തിരിക്കും. പിന്നെ നമ്മളെ കട്ടിൽ ചിലപ്പോൾ ചില വീടുകളിൽ കട്ടിൽ പോലും ഇല്ലാത്ത വീടുകളുണ്ടായിരിക്കും, പാവപ്പെട്ട വീട്ടിൽ. അപ്പോൾ അവർക്ക് കട്ടിൽ എത്തിച്ചു കൊടുക്കുക. പിന്നെ നമ്മളെ ഊന്നുവടി, പിന്നെ അതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക അതെന്തായാലും ഞാൻ ചെയ്തിരിക്കും. പിന്നെ എന്താണ് വീടുകളില്ലാത്ത ആൾക്കാരുണ്ട്. ഞാൻ വീടുകളിൽ ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ വീട് കണ്ടോ, ഇവിടെ എന്താണ് പട്ടിക മുറിഞ്ഞിരിക്കുന്ന, അവിടെ കഴുക്കോല് മുറിഞ്ഞിരിക്കുന്ന. എന്തായാലും അതൊക്കെ രാഷ്ട്രീയ ഭേദമന്യേ, ഞാൻ ജയിച്ചു കഴിഞ്ഞ രാഷ്ട്രീയ ഭേദമന്യേ, അവർ ഇന്ന പാർട്ടിക്കാരാണോ, അല്ലെങ്കിൽ അവർ മാർക്സിസ്റ്റുകാരാണോ, അല്ലെങ്കിൽ അവർ ലീഗുകാരാണോ, അല്ലെങ്കിൽ അവർ എന്താണ് BJPക്കാരാണോ, അതൊന്നും ഞാൻ നോക്കില്ല. എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഞാൻ രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കാതെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വയോജനങ്ങൾ, അശരണരായിട്ടുള്ള ആളുകൾ, അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം. ആ പ്രദേശത്തിനകത്ത് അവർക്ക് കൂടി ഉതകുന്ന തരത്തിലുള്ള ചില പദ്ധതികൾ കൂടി നടപ്പിലാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പുതിയ കാലത്ത് വേഗതയേറിയ ജീവിത സാഹചര്യങ്ങളാണ്. അവരുടെ വേഗതയേറിയ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ വയോജനങ്ങൾ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതി പല പ്രദേശങ്ങളിലുമുണ്ട്. നമ്മുടെ പ്രദേശങ്ങളിൽ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ വളരെ കുറവാണ്. ഒറ്റപ്പെടലുകളൊന്നും വല്ലാതെ അനുഭവിക്കുന്ന ആളുകളില്ല. നമ്മൾ കുടുംബ ബന്ധങ്ങൾക്ക് വല്ലാതെ പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഒരു പകൽ വീട് എന്ന തരത്തിലുള്ള ഒരു സംവിധാനം നമ്മുടെ പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രതിനിധി എന്ന നിലയിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കൂടി ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ അസുഖബാധിതരായി കിടക്കുന്ന ആളുകൾ, കിടപ്പ് രോഗികൾ, അശരണരായിട്ടുള്ള ആളുകൾ, അവരെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചില പദ്ധതികൾ നടപ്പിലാക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ നാട്ടിലകത്തെ പ്രവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, മറ്റ് വ്യവസായികളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ നാട്ടിലത്തെ മുഴുവൻ ആളുകളുടെയും പ്രാതിനിധ്യം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ച് അശരണരായിട്ടുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഒക്കെ സഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതുപോലെ തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗം ശക്തിപ്പെടേണ്ടതായിട്ടുണ്ട്. ആ രംഗത്തേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരേണ്ടതായിട്ടുണ്ട്. ഈ കിടപ്പ് രോഗികളെ, അശരണരായിട്ടുള്ള ആളുകളെ മറ്റുള്ളവരുടെ സഹായം കൂടാതെ ജീവിതത്തിലെ നിത്യ കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത ആളുകൾക്ക് സഹായം എത്തിക്കുന്നതിന് പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗം ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ആ രംഗം കൂടി ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളത് കൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്. പറയുകയാണെങ്കിൽ വീട് വയ്ക്കാനും അതേപോലെ തന്നെ അവർക്കുള്ള പെൻഷൻ കൂട്ടാനും അതുപോലെ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാനും എന്നെ അവർ വിജയിപ്പിച്ച് തരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവരുടെ ഒരാളായിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ വയോജനങ്ങളെന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ 2010 മുതൽ 15 വരെ ഈ വാർഡിനെ പ്രതിനിധീകരിച്ച മെമ്പറായിരുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാനും അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാനും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വൃദ്ധജനങ്ങൾക്ക് ആവശ്യമായ മരുന്ന്, അതേപോലെ ഊന്നുവടി, അതേപോലെയുള്ള വികലാംഗർക്കുള്ള മുച്ചക്ര വാഹനം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. വൃദ്ധജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവരെ സഹായിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. നമ്മുടെ തവനൂർ പോലുള്ള ഒരു കാർഷിക മേഖലയിൽ കർഷകരെ ഏതു തരത്തിൽ നമുക്ക് സഹായിക്കാൻ പറ്റും, അതുപോലെ തന്നെ വനിതകളുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, യുവാക്കളെ, വനിതകളെ ഒക്കെ തൊഴിൽ പരിശീലിപ്പിച്ച് സ്വയം പ്രാപ്തരാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്ത് പദ്ധതിയാണ് താങ്കളുടെ മനസ്സിലുള്ളത്? എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്ന 5 വർഷം നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്?
നിങ്ങൾ പറഞ്ഞതുപോലെ താനൂർ ഗ്രാമപഞ്ചായത്ത് കാർഷികപരമായി ഏറെ പ്രാതിനിധ്യമുള്ള ഒരു പഞ്ചായത്താണ്, ഏറെ മുന്നോട്ട് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. നമ്മുടെ പ്രദേശങ്ങളെല്ലാം ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. നല്ല നെൽകൃഷി ആരംഭിച്ചിട്ടുണ്ട്. ഒരു സീസണിൽ മാത്രമാണ് നമ്മുടെ പല മേഖലകളിലും നെൽകൃഷി പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, അത് നടക്കാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ദൗർബല്യമാണ്. വേനൽക്കാലങ്ങളിൽ വെള്ളം കിട്ടാത്ത ഒരു പ്രശ്നമുണ്ട്. അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പമ്പ് ഹൗസ് ഇപ്പോൾ ഏകദേശം സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. ആ പമ്പ് ഹൗസുകൾ സജ്ജമായെങ്കിലും ശരി, കനാലുകൾ വഴി വെള്ളം എത്തിക്കുന്നതിന് കനാലുകൾ വീണ്ടും തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. ആ കനാലുകളെല്ലാം തയ്യാറാക്കിക്കൊണ്ട് കടകശ്ശേരിയുടെ കാർഷിക മേഖലയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ആദ്യമായിട്ട് കാർഷിക മേഖലയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി യുവാക്കളെ കൂടുതലായി രംഗത്തിറക്കേണ്ടത്. പല പ്രദേശങ്ങളിലും യുവാക്കൾ വലിയ രീതിയിൽ കൃഷിയിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്, തരിശുഭൂമിയിൽ കൃഷി ഇറക്കിക്കൊണ്ടൊക്കെ. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പാട്ടത്തിന് ഭൂമി എടുത്തുകൊണ്ടോ അതും അല്ലെങ്കിൽ തരിശുഭൂമികളുണ്ടെങ്കിൽ അത് കണ്ടെത്തിക്കൊണ്ടോ യുവാക്കളെയും വനിതകളെയും ഒക്കെ പങ്കാളികളാക്കിക്കൊണ്ട് കാർഷിക മേഖലയിൽ ഒന്നുകൂടി ഊന്നൽ നൽകിക്കൊണ്ട് കടശ്ശേരിയുടെ കാർഷിക മേഖലയ്ക്ക് വളർച്ച നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികൾ എൻ്റെ മനസ്സിലുണ്ട്. അത് നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. വനിതാ രംഗത്ത് ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണമൊക്കെ വനിതകൾ നമ്മുടെ പല മേഖലകളിലേക്കും കൂടുതലായി കടന്നു വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ കൂടി വീട്ടമ്മമാർക്ക് ഒരു തൊഴിലെന്ന നിലയിൽ അവർക്കൊരു വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി ഒക്കെ വലിയ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ വനിതകളാണ് നമ്മളുടെ സോഷ്യൽ മീഡിയക്കകത്തും ഒക്കെ സ്വയം തൊഴിൽ കണ്ടെത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിച്ചത് വനിതകളാണ്. അവരുടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്തേകേണ്ടതായിട്ടുണ്ട്. വനിതകൾക്ക് പല പ്രദേശങ്ങളിലും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ താലൂക്ക് വ്യവസായ വകുപ്പിൽ നിന്നൊക്കെ വലിയ ആനുകൂല്യങ്ങളുണ്ട്. ആ ആനുകൂല്യങ്ങളൊക്കെ അവരിൽ എത്തിച്ചു കൊടുത്തുകൊണ്ട് കുടുംബശ്രീകളും അയൽക്കൂട്ടങ്ങളും വഴി ചെറിയ വനിതകളുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കി സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ചില പ്രദേശങ്ങളിൽ LED ബൾബുകൾ ഉണ്ടാക്കുന്ന പദ്ധതികൾ, ഉദാഹരണത്തിന് പറഞ്ഞാൽ LED ബൾബുകൾ ഉണ്ടാക്കുന്ന പദ്ധതികൾ, അതുപോലെ തന്നെ കുട നിർമ്മാണം തുടങ്ങിയ പദ്ധതികളൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഈ പ്രദേശങ്ങളിലെ വനിതാ കൂട്ടായ്മകളെ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട്. നമ്മളെ തവനൂർ പഞ്ചായത്ത് ഒരു കാർഷിക മേഖലയാണ്. കൃഷിയും മറ്റു തൊഴിലൊക്കെ എടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. കൂടുതൽ കൃഷിക്കാണ് ഇവിടെ മുൻഗണന കൊടുക്കേണ്ടത്. ആ മേഖലയിലുള്ള ആളുകൾക്കുള്ള എല്ലാവിധ ധനസഹായങ്ങളും ആനുകൂല്യങ്ങളും പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാവിധ ധനസഹായങ്ങളും യഥാസമയം അവർക്ക് ലഭിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കും. മറ്റൊന്ന് നമ്മളെ തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ്. ആ മേഖലയിലുള്ള പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഇപ്പോൾ 100 ദിവസത്തെ പണിയാണ്. അത് കൂട്ടിക്കൊടുക്കാൻ എത്രത്തോളം കഴിയും എന്നുള്ള രീതിയിലുള്ള പുതിയ തൊഴിലവസരങ്ങൾ കണ്ടെത്താനും അവരെ കാർഷിക മേഖലയിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊന്ന് അഭ്യസ്തവിദ്യരായിട്ടുള്ള വനിതകൾ, സ്വയം തൊഴിലിന് വേണ്ടിയുള്ള വനിതകൾ, ഇപ്പോൾ ഗവൺമെൻറ്റിന് ഒരുപാട് പദ്ധതികളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കുടുംബശ്രീ മുഖാന്തരം പല പദ്ധതികളുമുണ്ട്. അത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. കൃഷിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ തവനൂർ പഞ്ചായത്തിലെ പമ്പ് ഹൗസ് ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് വെള്ളമൊന്നും അടിക്കാത്ത കാരണം അത് അവിടെ കിടന്ന് നശിച്ചു പോവുകയാണ്. അത് ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ ഉറപ്പായും അത് പ്രവർത്തിപ്പിച്ച് കനാലിലൂടെ വെള്ളമൊഴുക്കി നമ്മുടെ 4-ാം വാർഡിലെയും 5-ാം വാർഡിലെയും കൃഷിക്കാർക്കുള്ള വെള്ളം അതിലൂടെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. തീർച്ചയായും ചെയ്യും. അതുപോലെ തന്നെയുണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്നു കൃഷിക്കാർക്കുള്ള സമ്മാന നിധി. അതുപോലെ തന്നെ ഇനി പഞ്ചായത്തിൽ നിന്ന് എന്തു ആനുകൂല്യങ്ങൾ കൃഷിക്കാർക്ക് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിലും വല്ല വിത്തുകളോ മറ്റ് സാധനങ്ങളോ കിട്ടാനുണ്ടെങ്കിലും അത് തീർച്ചയായിട്ടും ഞാൻ മേടിച്ചു കൊടുക്കുമെന്ന് പറയുന്നു. സ്വയം തൊഴിൽ പരിശീലന പരിപാടികൾ നടത്തും. അങ്ങനെ എല്ലാ ഇതുകളും സ്ത്രീകൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പച്ചക്കറി ഉണ്ടാക്കുക, പിന്നെ അത് വെള്ളം കിട്ടുന്ന ഇടം എവിടെയാണ് തിരഞ്ഞെടുക്കുക, എന്നിട്ട് അവർക്ക് എന്താ പച്ചക്കറി ഉണ്ടാക്കാനും പിന്നെ കൃഷി ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പമ്പ് ഹൗസിൽ നിന്ന് വെള്ളം എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനുള്ള സഹായങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്നുണ്ടായിരിക്കും.
പിന്നെ അപ്പോൾ പാടത്തും വെള്ളമായിരിക്കും. നമ്മുടെ കിണറുകളിലൊക്കെ ഇപ്പോൾ വേനൽക്കാലമായി ഉണ്ടെങ്കിൽ വെള്ളം ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ ഇറങ്ങി തിരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും. പിന്നെ ആട് വളർത്തൽ, കോഴി വളർത്തൽ, പിന്നെ പശു വളർത്തൽ, അങ്ങനെ അതിനോട് താല്പര്യമുള്ള ജനങ്ങൾ ഉണ്ടായിരിക്കും, സ്ത്രീകളുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പഞ്ചായത്തിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതെല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുത്തിരിക്കും. വനിതകളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ കഴിയണമെന്ന് അതാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. പിന്നെ അവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന മത്സ്യകൃഷി, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് വനിതകൾക്ക് സ്വയം തൊഴിലായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ചെയ്യാൻ ഞാൻ എന്തായാലും അവരെ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, കുറേ വർഷങ്ങളായി നമ്മളെ പമ്പ് ഹൗസ് പിന്നെ പ്രവർത്തനം ഇല്ലാതെ ഇരിക്കുകയാണ്. അപ്പോൾ അത് പ്രവർത്തിപ്പിച്ചിട്ട് കനാൽ വഴി കൃഷിയിടങ്ങൾക്ക് വെള്ളങ്ങൾ എത്തിക്കണം. വനിതകൾക്ക് എന്തെങ്കിലും സ്വയം തൊഴിൽ പഠിപ്പിച്ച് കൊടുക്കണം. അത് നമ്മളെ പഞ്ചായത്തിൽ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ, ആനുകൂല്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് കുടുംബശ്രീ വഴിയായിട്ടും അല്ലാതെയും ഞാൻ അത് ശരിയാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥികൾ പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടല്ലോ. ഇതാണ് അവരുടെ മനസ്സിലുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം. അപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ അവർക്ക് നമ്മൾ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ഒരു അവകാശം, വോട്ടവകാശം കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്തിയതിനു ശേഷം അവർ 5 വർഷത്തിൽ ആര് തിരഞ്ഞെടുത്താലും ഇത്തരം കാര്യങ്ങളിലൊക്കെ അവർ ചെയ്യുന്നുണ്ടുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യൽ ഒരു പൗരന നിലക്ക് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്ത ബോധം എല്ലാ സമയത്തും സൂക്ഷിക്കുകയും നമ്മൾ നാടിന് വേണ്ടി, നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി, നമ്മളുടെ കേരളത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി എല്ലാവരും ഒരു പൗരൻ്റെ ധർമ്മം ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ എന്നോട് വൈൻഡപ്പ് ചെയ്യാണ്.